ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അടുത്തത് ലിമൻ തിൽക സയ്യാറത്തുൽ ജമീലത്തു. ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള. അപ്പോൾ സയ്യാറത്ത് പെണ്ണായതുകൊണ്ട് ജമീലത്തുൻ, അലിഫ്ലാം വന്നുകൊണ്ട് അൽ ജമീലത്തു. എന്തുകൊണ്ട് അലിഫ്ലാം വന്നു? തിൽക സയ്യാറത്തു. സയ്യാറത്തിന് എന്തുകൊണ്ട് അലിഫ്ലാം വന്നു? കാരണം ആ കാർ എന്ന് പറയണം. അപ്പോൾ തിൽക എന്ന് പറഞ്ഞ ഇസ്മു ഇഷാരയ്ക്ക് ശേഷം സയ്യാറത്തിന് അലിഫ്ലാം ഇടണം. അപ്പോൾ സയ്യാറത്ത് മന്നൂത്തിന് അലിഫ്ലാം ഇട്ടുകൊണ്ട് നായത്തായ അൽ ജമീലത്തിനും എന്തുണ്ടാകണം? അലിഫ്ലാം ഉണ്ടാകണം. അലിഫ്ലാം വരുന്നതോടെ തൻവീന് പോകും. അപ്പോൾ സയ്യാറത്തുൽ ജമീലത്തു. അങ്ങനെ നായത്ത് മന്നൂത്ത് നാലും ഒത്തുവരും. അലിഫ്ലാം ഉണ്ടാവും, മർഫു ആയിരിക്കും, ഏകവചനായിരിക്കും, മുഅന്നസ് സ്ത്രീലിംഗമായിരിക്കും. ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടെ. അപ്പോൾ ആ ഭംഗിയുള്ള കാർ ആരുടേതാണ്? ലി ഹർഫുജർ, മൻ ഇസ്മ മജ്റൂർ. ഹർഫ് ജർ വന്നാൽ പിന്നെ തൊട്ടപ്പുറം തിരിക്കണം ഇസ്മ മജ്റൂർ. മന് നമുക്കറിയാം ഇസ്മാണ്, ഇസ്മുൽ ഇസ്തിഫാം എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ലി മൻ, ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉടേ ഇൻ്റെ എന്നുള്ള അർത്ഥം. അപ്പോൾ ലിമൻ ആരുടെ. അപ്പോൾ ആരുടേതാണ് ആ ഭംഗിയുള്ള കാറ്? ഹിയ ലിൽ മുദീരിൽ ജദീദി. അത് പുതിയ മാനേജറുടെ കാറാണ്. അത് പുതിയ മാനേജറുടേതാണ്. പിന്നീട് കാർ എന്ന് പറയുന്നില്ല, ഹിയ അത്. എന്തുകൊണ്ട് ഹുവ എന്ന് പറയാതെ ഹിയ എന്ന് പറഞ്ഞു? കാരണം സയ്യാറത്ത് മുഅന്നസായതുകൊണ്ട് ഹിയ, മുഅന്നസായ ലമീർ തന്നെ ഉപയോഗിക്കണം. ഈ ലമീറുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, നെഹ്നു. ഇതാണ് ലമീറുകൾ. അവൻ, അവൾ, നീ, നിങ്ങൾ, ഞാൻ, ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അവർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഹിയ എന്നുള്ള അവൾ എന്ന് പറഞ്ഞത് അത് എന്നുള്ളത് സയ്യാറത്ത് മുഅന്നസായതുകൊണ്ടാണ് ഹിയ. ഹിയ ശരിക്കും അവളാണ്. പക്ഷെ ഇവിടെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് അത്. സ്ത്രീലിംഗമായതുകൊണ്ട് ഹിയ ഉപയോഗിച്ചു. ഹുവയാണ് മുദക്കറാണെങ്കിൽ ഉപയോഗിക്കുക. ഇത് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ ലിൽ മുദീരി. ലി എന്താ? ഹർഫു ജർ. അപ്പോൾ മുദീർ എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ, കസറായിരിക്കണം. അപ്പോൾ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. പിന്നെ ആ മുദീറിനെ വിശേഷിപ്പിക്കുകയാണ് അൽ ജദീദി. ഓക്കെ. അപ്പോൾ മുദീറിന് കസറായതുകൊണ്ട്, മന്നൂത്ത് മുദീറിന് കസറായതുകൊണ്ട് ജദീദിന് എന്ത് വന്നു? കസർ വന്നു. കാരണം ലീ വന്നുകൊണ്ട് മുദീർ കസറായി. ലീ ഹർഫുജർ, മുദീർ കസറ, ഇസ്മ മജ്റൂർ. കാരണം ലീക്ക് ശേഷം വരുന്ന ഇസ്മിന് കസറായിരിക്കണം. അങ്ങനെ മുദീർ കസറായതുകൊണ്ട്, മന്നൂത്ത് കസറായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന ജദീദ് നായത്തും എന്തായി? കസറായി. അപ്പോൾ ലിൽ മുദീരിൽ ജദീദി. ലിൽ മുദീരിൽ ജദീദു എന്ന് പറയാൻ പാടില്ല, ലിൽ മുദീരിൽ ജദീദ എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ? ലിൽ മുദീരിൽ ജദീദി. അപ്പോൾ അൽ ജദീദിയാണ് നായത്ത്. അപ്പോൾ എങ്ങനെ പറയാം? ഹിയ മുബ്തദഉൻ മർഫൂൻ ലി ഹർഫുജർ അൽ മുദീരി ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ അൽ ജദീദി നാത്ത്. ഇനി അടുത്തത് ലിമൻ ഹാദൽ കിതാബുൽ കബീറു. ഈ വലിയ പുസ്തകം ആരുടേതാണ്? ലിമൻ ആരുടെ, ഹാദൽ കിതാബു ഈ പുസ്തകം. കാരണം ഹാദ ഇസ്മു ഇഷാരയാണ്, അതിനുശേഷം കിതാബിന് അലിഫ്ലാം വന്നു. അപ്പം ഈ പുസ്തകം എന്നാ പറയാ അൽ കബീറു വലുത്. അപ്പം നാത്ത്. അഹുവ ലിൽ മുദരിസി. അത് മുദരിസിൻ്റെതാണോ? ലിൽ മുദരിസി എന്ന് പറഞ്ഞാൽ മുദരിസിൻ്റെതാണോ? ലീ വന്നുകൊണ്ട് മുദരിസ് എന്താവും? കസറാവും. ലിൽ മുദരിസി. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഹുവ പറഞ്ഞു? കിതാബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ കിതാബ് മുദക്കറായതുകൊണ്ട് ഹുവ, മുകളിൽ സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹിയ. അല്ലേ? അത് മനസ്സിലായില്ലേ? ഇവിടെ സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹിയ, ഹിയ മുഅന്നസ്. പിന്നെ ഇവിടെ
കിതാബ് മുദക്കറായോണ്ട് ഹുവ, കിതാബ് മുദക്കറായോണ്ട് ഹുവ അത് എന്ന് പറയാം. രണ്ടും അതന്നെ. സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹിയ, കിതാബ് മുദക്കറായോണ്ട് ഹുവ. അതേപോലെ കിതാബ് മുദക്കറായോണ്ട് ഹാദ, ഹാദിഹി എന്ന് പറയൂല, ഹാദ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുദക്കറാകുമ്പോൾ മുദക്കറാകാനേ പാടുള്ളൂ. പിന്നെ അപ്പോൾ അത് അധ്യാപകൻ്റെതാണോ എന്ന് ചോദിക്കുകയാണ് ആ വലിയ പുസ്തകം, ഈ വലിയ പുസ്തകം. ആൻസർ എന്താ? ല ഹുവ ലി ത്വാലിബിൽ ജദീദി, അല്ല, അത് പുതിയ വിദ്യാർത്ഥിയുടേതാണ്. അധ്യാപകൻ്റെതല്ല, അത് പുതിയ വിദ്യാർത്ഥിയുടേതാണ്. ലാ ഹർഫു ജർ, ലാ ഹർഫു നഫി, നിഷേധത്തിൻ്റെ ലാമ്. ലാ എന്താണ്? ഈ ലാ എന്താണ്? ഹർഫു ജർ അല്ല. ഈ ലാ എന്താണ്? അല്ല എന്ന് പറയാം, നിഷേധത്തിൻ്റെ ലാ. കുറേ ലാമുകളുണ്ട് അറബിയിൽ. ഒന്ന് ഹർഫു ജറാണ്, അതാണ് മുകളിൽ പഠിച്ച ലിൽ മുദരിസി, ലിമൻ എന്നൊക്കെ പറയുന്നത്, ലിൽ മുദീരി. ഈ 3 ഹർഫു ജർ ലാമ് നമ്മൾ മുകളിൽ പഠിച്ചു. ഏതൊക്കെയത്? ലിമൻ എന്ന് പറഞ്ഞാൽ ലീൻ്റെ അടുത്തുള്ള, പിന്നെ ലിൽ മുദീരി, അതൊക്കെ ഹർഫു ജറാണ്. ലിൽ മുദരിസി ഹർഫു ജറാണ്. അപ്പോൾ ഹർഫു ജർ പറഞ്ഞാൽ ഇസ്മു മജ്റൂർ. അതേസമയത്ത് ഈ ലാവോ, ഈ ലാ ഹർഫു ജറല്ല. പിന്നെയോ ഈ ലാമ് ഹർഫു നഫി, നിഷേധത്തിൻ്റെ ലാം, അല്ല എന്ന് പറയാം. ഓക്കെ, ഹുവ ലി ത്വാലിബിൽ ജദീദി, അത് പുതിയ വിദ്യാർത്ഥിയുടേതാണ്. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ, ലി ഹർഫു ജർ, പിന്നെ ഹർഫു ജർ വന്നു. അത്വാലിബി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ഇസ്മ എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ ആയിരിക്കണം, കസറിടണം. അപ്പോൾ ലി ത്വാലിബി, ലി ഹർഫു ജർ, അത്വാലിബി ഇസ്മ മജ്റൂർ, ജാർ മജ്റൂർ, ശിബു ജുംല ഖബർ. പിന്നെ എന്തും കൂടിയുണ്ട് അതിനകത്ത്? ആ വിദ്യാർത്ഥിയെ വിശേഷിപ്പിക്കുന്ന നാത്തും കൂടിയുണ്ട്, അൽ ജദീദി നാത്ത്. അപ്പോൾ ലി ത്വാലിബിയാണ്, ആ ത്വാലിബിയാണ് മന്നൂത്ത്. അപ്പോൾ ആ ലീ വന്നുകൊണ്ട് ത്വാലിബിനെ കസറായതുകൊണ്ട് ജദീദും എന്തായി? കസറായി. ജദീദിൻ്റെ മുകളിൽ ലമ്മത്തോ ഫതഹത്തോ ഇടാൻ പാടില്ല. ഐനൽ മിൽ അക്കത്തു സഗീറത്തു, ചെറിയ സ്പൂൺ എവിടെ? മിൽ അക്കത്ത് എന്ന് പറഞ്ഞാൽ സ്പൂണ്, സഗീറത്ത് എന്ന് പറഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കുക, ചെറുത്. അപ്പോൾ മിൽ അക്കത്ത് മുഅന്നസ് ആയതുകൊണ്ട് സഗീറുൻ എന്ന് പറയൂല, അൽ മിൽ അക്കത്തു സഗീറു എന്ന് പറയൂല. അതിനെ മിൽ അക്കത്തു സഗീറു എന്നല്ല പറയാം. പിന്നെയോ അൽ മിൽ അക്കത്തു സഗീറത്തു, കാരണം മിൽ അക്കത്ത് മുഅന്നസ് ആയതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന നാത്തും എന്തായിരിക്കണം? മുഅന്നസ് ആയിരിക്കണം. അപ്പോൾ എന്താ ഉത്തരം പറയുക? സ്പൂണ് പെണ്ണാണ്, സ്ത്രീലിംഗാണ്. അപ്പോൾ ഹിയ, ഹുവ അല്ല, ഹിയ, അത് ഫിൽ കൂബി, ഗ്ലാസ്സിലാണ്. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ, ഫി എന്താ? ഹർഫു ജർ. അപ്പോൾ കൂബ് എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ. ഹർഫു ജർ വന്നാൽ പിന്നെ അടുത്ത ഇസ്മ എന്തായിരിക്കണം? കസറോടെ എഴുതാൻ പാടുള്ളൂ, ഫതഹത്തോ ലമ്മത്തോ ഇടാൻ പാടില്ല. അപ്പോൾ ഫി ഹർഫു ജർ, അൽ കൂബി ഇസ്മ മജ്റൂർ, ജാർ മജ്റൂർ, ശിബു ജുംല ഹിയൻ്റെ ഖബർ, മുബ്തദൻ്റെ ഖബർ. ഹിയാണ് മുബ്തദ. ഐനൽ കുർസിയുൽ മക്സൂറു, പൊട്ടിയ കസാല എവിടെ? ഐന എവിടെ? അൽ കുർസിയു കസാല, അൽ മക്സൂർ പൊട്ടിയത്. ഹുവ ഹുനാക്ക, അത് അവിടെയാണ്. അപ്പോൾ ഹുവ ഹുനാക്ക എന്ന് അവിടെ. ഹുനാക്ക നമ്മൾ പഠിച്ചതാണ്, ദർഫാണ്. ദർഫ് മക്കാൻ, സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്, അവിടെ. അപ്പോൾ ഹുവ എന്താ? മുബ്തദഉൻ മർഫൂൻ. ഹുനാക്ക എന്താ? ലർഫ് ഖബർ. മൂന്നാമത്തെ ടൈപ്പ് ഖബർ നമ്മൾ പഠിച്ചത് ലർഫ് ഖബർ. പിന്നെ അതിന് ശേഷം ഇസ്മില്ല, അപ്പോൾ മുദാഫിലെ മജ്റൂറും ഇല്ല. ഇനി എക്സസൈസസ്. ഇഖ്റ വക്തു, വായിക്കുക എഴുതുകയും ചെയ്യുക. അപ്പോൾ എഴുതാൻ സാധിക്കുന്നവർ ഇൻഷാ അല്ലാഹ് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാലേ കുറച്ചും കൂടി മനപ്പാടവും നമ്മളെ സ്പെല്ലിംഗ് കറക്ഷനൊക്കെ ക്ലിയർ ആവുന്നു. അത്താലിബുൽ ജദീദു ഫിൽ മുസ്തഷ്ഫ വത്താലിബുൽ അൽഹംദുലില്ലാഹ് അത്താലിബുൽ ജദീദു ഫിൽ മുസ്തഷ്ഫ വത്താലിബുൽ ഖദീമു ഫിൽ മുസ്തൗസഫ. മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, മുസ്തൗസഫ എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക്. ഓക്കെ, അപ്പോൾ അത്വാലിബുൽ ജദീദു, പുതിയ വിദ്യാർത്ഥി
ആസ്പത്രിയിലാണ്. ഫിൽ മുസ്തഷ്ഫ. വത്വാലിബുൽ ഖദീമു പഴയ വിദ്യാർത്ഥിയല്ല, തബീബാണ്, ഡോക്ടർ. അത്വാലിബുൽ ജദീദു പുതിയ ഡോക്ടർ ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലാണ്. വത്തബീബുൽ ഖദീമു പഴയ ഡോക്ടർ ഫിൽ മുസ്തൗസഫ ക്ലിനിക്കിലുമാണ്. അപ്പോൾ അത്വാലിബു മുബ്തദഉൻ മർഫൂൻ. പിന്നെ അതിനെ വിശേഷിപ്പിക്കുന്ന അൽ ജദീദു നാത്ത് ഖബറല്ല, നാത്ത് ഖബറല്ല കേട്ടോ. പിന്നെ വരുന്ന ഫി ഹർഫുജർ അൽ മുസ്തഷ്ഫ ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. വാ ഹർഫു അത്തഫ് അത്വബീബു. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസ്. ഇവിടെ 2 സെൻറ്റൻസുകളുണ്ട്. ജുംലത്താനി 2 വാക്യങ്ങളുണ്ട്. അപ്പോൾ വാക്ക് ശേഷം വീണ്ടും ഒരു വാക്യം വരികയാണ്. അപ്പം വീണ്ടും ആ ജുംല ഇസ്മിയാണോ ഫീലിയാണോ നോക്കണം. ഇസ്മിയാണ്, കാരണം അത്വബീബു ഇസ്മു കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ മുബ്തദഉൻ ഇസ്മു കൊണ്ട് തുടങ്ങിയാൽ ആദ്യത്തെ ആരംഭിക്കുന്ന ഇസ്മു മുബ്തദ. അപ്പോൾ അത്തദ്വീബു മുബ്തദഉൻ മർഫൂൻ. അൽ ഖദീമു അതിൻ്റെ നാത്ത് ഖബറല്ല, നാത്ത് മന്നൂത്ത് മുബ്തദ ഖബറല്ല. പക്ഷെ ഇവിടെ മുബ്തദ ആയത് എന്തുകൊണ്ടാണ്? ആ തൊബീബ് എന്തുകൊണ്ട് മുബ്തദ ആയി? കാരണം അതിന് ശേഷം ഫിൽ മുസ്തൗസഫ എന്നുള്ള ഖബറുണ്ട്. അപ്പം ഫി ഹർഫുജർ അൽ മുസ്തൗസഫ ഇസ്മു മജ്റൂർ ജാറുമ മജ്റൂർ ശിബു ജുംല ഖബർ. അടുത്തത് അൽ കലമുൽ മക്സൂറു അലൽ മക്തബി മേശയുടെ മുകളിലാണ് പൊട്ടിയ പേന. അപ്പോൾ അൽ കലമു മുബ്തദഉൻ മർഫൂൻ അൽ മക്സൂറു നാത്ത് ഖബറല്ല, ഖബർ പിന്നെ വരണം, വിശേഷണം ഖബറല്ല. അലാ ഹർഫുജർ അൽ മക്തബി ഇസ്മു മജ്റൂർ ജാറുമ മജ്റൂർ ശിബു ജുംല ഖബർ. ഇതാണ് അൽ കലമു എന്ന മുബ്തദയുടെ ഖബർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അത്വബീബു മുബ്തദ ആയതുകൊണ്ട് ആണ് അലിഫ്ലാം ഇട്ട്. അപ്പോൾ അത്വബീബു മാരിഫയാണ് ആദ്യത്തെ സെൻറ്റൻസിൽ. അത്വബീബുൽ ജദീദു ഫിൽ മുസ്തഷ്ഫ. അതേപോലെ രണ്ടാമത്തെ സെൻറ്റൻസിൽ അത്വബീബുൽ ഖദീമു. അവിടെ തബീബിന് അലിഫ്ലാം ഇടണം, കാരണം മുബ്തദയാണ്. ഓക്കെ. പിന്നെ അൽ കലമുൽ മക്സൂറു അലൽ മക്തബി രണ്ടാമത്തെ ഉദാഹരണം എക്സസൈസിലെ രണ്ടാമത്തത് അൽ കലമുൽ മക്സൂറു. അവിടെ കലമിന് അലിഫ്ലാം ഇടണം. ഓക്കെ, കാരണം മുബ്തദയാണ്, മുബ്തദക്ക് അലിഫ്ലാം ഇടണം. അതുകൊണ്ട് നായത്താൽ മക്സൂറു എന്തായി? അലിഫ്ലാം ഇട്ടു. മുകളിലെ സെൻറ്റൻസിലും അങ്ങനെ തന്നെ. അത്തബീബുൽ ജദീദു അത്തബീബിന് മുബ്തദയുണ്ട് അലിഫ്ലാം ഇട്ടുകൊണ്ട് നായത്തിനും എന്തായി? അൽ ജദീദു അലിഫ്ലാം ഇട്ടു. അതുപോലെ അൽ ഖദീമു അലിഫ്ലാം ഇട്ടു. അൽ മിർവഹത്തുൽ ജദീദത്തു ഫിൽ ഗുർഫത്തിൽ കബീറത്തി. ഓക്കെ, അടുത്ത സെൻറ്റൻസ് മൂന്നാമത്തെ. അൽ മിർവഹത്തുൽ ജദീദത്തു ഫിൽ ഗുർഫത്തിൽ കബീറത്തി. വലിയ റൂമിലാണ് പുതിയ ഫാന്. മിർവഹത്തു എന്ന് പറഞ്ഞാൽ ഫാന്. അപ്പോൾ മിർവഹത്തു ഇസ്മ കൊണ്ട് ആരംഭിക്കുന്നു, മിർവഹത്തു ഫാന്. അപ്പോൾ അത് മുബ്തദയായതുകൊണ്ട് അലിഫ്ലാം ഇടണം. അൽ മിർവഹത്തു അത് മുഅന്നസാണ്. അപ്പോൾ അൽ ജദീദത്തു അത് മുഅന്നസായി. അൽ മിർവഹത്തുന് അലിഫ്ലാം ഉള്ളതുകൊണ്ട് നാത്ത് അൽ ജദീദത്തിനും അലിഫ്ലാം ഇട്ടു. അപ്പോൾ അൽ മിർവഹത്തു മുബ്തദഉൻ മർഫൂൻ അൽ ജദീദത്തു നാത്ത് ഫി ഹർഫുജർ അൽ ഗുർഫത്തി ഇസ്മ മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. പിന്നെ ഇവിടെ ഈ ഗുർഫത്തിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ അൽ കബീറത്തി. അപ്പോൾ ഫി വന്നുകൊണ്ട് ഗുർഫത്തി എന്തായി? കസ്റായി. ഫിൽ ഗുർഫത്തി. അപ്പോൾ നാത്തു എന്തായി? കസ്റാക്കണം. അൽ കബീറത്തി. അപ്പോൾ ഇതേ ഉദാഹരണം നോക്കൂ. ഈ ഉദാഹരണത്തിൽ അൽ മിർവഹത്തുൽ ജദീദത്തു ഇവിടെ നാത്ത് എന്താണ്? മർഫു ആണ്. കാരണം മുബ്തദയായതുകൊണ്ട് മന്നൂത്ത് മുബ്തദയായതുകൊണ്ട് നാത്തു എന്തായി? മന്നൂത്ത് മുബ്തദയായതുകൊണ്ട് മർഫു ആയി. അപ്പോൾ നാത്തു എന്തായി? മർഫു ആയി. പിന്നെ ഫീ വന്നു. ഫീ വന്നുകൊണ്ട് അൽ ഗുർഫത്തി എന്തായി? കസ്റായി. അപ്പോൾ അൽ കബീറത്തി എന്തായി? അതും കസ്റായി. അപ്പോൾ ഇവിടെ മുബ്തദനെ വിശേഷിപ്പിക്കുന്ന മിർവഹത്തുവിനെ വിശേഷിപ്പിക്കുന്ന ജദീദത്ത് മർഫു ആണ്. കാരണം മുബ്തദ മർഫു ആയതുകൊണ്ട് ജദീദത്ത് മർഫു ആയി. ഖബറിൽ എന്ത് സംഭവിച്ചു? ഖബർ ഹർഫുജർ വന്നുകൊണ്ട് മന്നൂത്ത് ഉർഫത്തിയായി. അപ്പം കബീറത്ത് എന്തായി? അതും കബീറത്തിയായി. ഓക്കെ. അപ്പോൾ ഇവിടെ ഖബറിലെ നായത്തിന് കസറും മുബ്തദിൻ്റെ നായത്തിന് ലമ്മത്തും. മനസ്സിലായോ? അപ്പോൾ നായത്ത് എപ്പോഴും അങ്ങനെയായിരിക്കും. മന്നൂത്ത് എന്താണോ അതാണോ നായത്തും ആകാം. ബാറക്കല്ലാഹു ഫീക്കും.
ഇനി അടുത്ത് നോക്കൂ, അൽ ലുഗത്തുൽ അറബിയത്തു സഹലത്തുൻ. അൽ ലുഗത്തുൽ അറബിയത്തു സഹലത്തുൻ. അറബി ഭാഷ എളുപ്പമുള്ള ഭാഷയാണ് അറബി. അറബി ഭാഷ എളുപ്പമുള്ളതാണ്. അറബി ഭാഷ എളുപ്പമുള്ളതാണ്. അപ്പോൾ അൽ ലുഗത്തു മുബ്തദഉൻ മർഫൂൻ, അൽ അറബിയത്തു നാത്ത്. ഓക്കെ, ഭാഷ വിശേഷിപ്പിക്കുകയാണ്, അത് അറബിയാണ്. അപ്പോൾ ലുഗത്തിന് അലിഫ്ലാമിട്ട് മുബത്തദ ആയതുകൊണ്ട്, അപ്പോൾ മർഫു ആയി മുബത്തദ ആയതുകൊണ്ട്, അപ്പോൾ അറബിയത്വം എന്താണ്? അലിഫ്ലാമിടണം, മർഫു ആയിരിക്കണം. ലുഗത്ത് സ്ത്രീലിംഗാണ്, മുഅന്നസ് ആയതുകൊണ്ട് അറബിയത്വം എന്തായിരിക്കണം? സ്ത്രീലിംഗം മുഅന്നസ്. ഒറ്റ ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അൽ ലുഗത്ത് മുഫ്രദാണ്, ഏകവചനം. അപ്പോൾ അൽ അറബിയത്തും ഏകവചനം. സഹലത്തുൻ ഖബർ. അപ്പോൾ അൽ അറബിയത്തും നാത്ത് ഖബറാവൂല, സഹലത്തുൻ എളുപ്പമുള്ളതാണെന്നുള്ളതാണ് ഖബർ. അപ്പോൾ അറബി ഇത് അൽ ലുഗത്തുൽ അറബിയത്തും മുഅന്നസ് ആയതുകൊണ്ട് സഹലുന്ന് പറയൂല, സഹലത്തുൻ. ആ ഖബറും എന്തായിരിക്കണം? മുഅന്നസ് ആയിരിക്കണം. കാരണം നമ്മൾ സ്ത്രീലിംഗ പദങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അടുത്തത്, അൽ വലദു തവീലു അല്ലദി ഖറജ മിനൽ ഫസ്ലി അൽ ആന ത്വാലിബും മിനൽ കുവൈത്തി. അൽ വലദു തവീലു എന്ന് പറഞ്ഞാൽ നീളമുള്ള കുട്ടി. തവീൽ എന്ന് പറഞ്ഞാൽ നീളമുള്ള. അപ്പോൾ ആ വലതിനെ വിശേഷിപ്പിക്കുകയാണ് തവീൽ. അല്ലദി എന്ന് പറഞ്ഞാൽ യാതൊരുവൻ. ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. അപ്പോൾ അല്ലദിക്ക് ശേഷം ഫീല് വന്ന മിക്കവാറും എങ്ങനെ പരിഭാഷപ്പെടുത്തുക? അല്ലദി ഖറജ, അല്ലദി യാതൊരുവൻ, ഖറജ അവൻ പുറപ്പെട്ടു. അതിനെങ്ങനെ പറയാം? പുറപ്പെട്ടവൻ. അല്ലദി ഖറജ എന്ന് പറഞ്ഞാൽ അധികം സമയം നമ്മൾ പരിഭാഷപ്പെടുത്തുക. അല്ലദി ഖറജ എന്ന് പറഞ്ഞാൽ ചുരുക്കിയിട്ട് പരിഭാഷപ്പെടുത്തുക, പുറപ്പെട്ടവൻ. മിനൽ ഫസ്ലി, മിന്ന് പറഞ്ഞുകൊണ്ട് അൽ ഫസ്ലി. ഫസ്ൽ എന്താവും? ഇസ്മ മജ്റൂറാവും. അൽ ആന ലർഫ്, ഇപ്പോൾ. ത്വാലിബുൻ, വിദ്യാർത്ഥി. മിനൽ കുവൈത്തി, കുവൈത്തിൽ നിന്ന്. അപ്പോൾ നമ്മളൊന്ന് ബാക്കോട്ട് പോയി നോക്കാം മലയാളത്തിലാക്കുമ്പോൾ. കുവൈത്തിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥി, ഇപ്പോൾ ക്ലാസ് റൂമിൽ പുറപ്പെട്ടവൻ, ആ നീളമുള്ള കുട്ടി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ വരാം? ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ട കുവൈത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി, നീളമുള്ള കുട്ടി എന്നാ വരാം. ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ട ആ നീളമുള്ള കുട്ടി കുവൈത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. കുവൈത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട കുട്ടി കുവൈത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ അല്ലദീ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പുതിയ വിഷയമാണ്. അല്ലദീന് അറബിയിൽ ഗ്രാമറിൽ പറയാം ഇസ്മ മൗസൂൽ എന്ന്. ഇസ്മ മൗസൂൽ. ആ അല്ലദിക്ക് ശേഷം വരുന്നതിന് സിലത്തുൽ മൗസൂൽ എന്നാണ് പറയാം. സിലത്തുൽ മൗസൂൽ. സിലത്തുൽ മൗസൂൽ. അപ്പോൾ ഏത് വരെയാണ് സിലത്തുൽ മൗസൂൽ വരാം? ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പഠിക്കാം ഇൻഷാ അല്ലാഹ്. കുറേ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. അല്ലദിക്ക് തൊട്ട് ശേഷം സിലത്തുൽ മൗസൂലായിരിക്കും. സിലത്തുൽ മൗസൂൽ. ഇതിൻ്റെയൊക്കെ PDF ഇൻഷാ അല്ലാഹ് ഇറക്കും. ഇൻഷാ അല്ലാഹ് പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇവിടെ ശരിക്ക് മുബ്തദ എന്താ പറയുക? അൽ വലദു തവീലു. അൽ വലദു മുബ്തദഉൻ മർഫൂൻ, തവീലു അതിൻ്റെ നാത്ത്. മിനൽ കുവൈത്തി, കുവൈത്തിൽ നിന്നാണ്, അതാണ് ഖബർ. മിൻ ഹർഫുജർ, അൽ കുവൈത്തി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ഷിബു ജുംല, ഖബർ. അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞുതരാണ്. എന്ത്? ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ട വിദ്യാർത്ഥിയെന്ന്. ആ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ, ഇൻഫർമേഷൻ, അറിവുകൾ നമുക്ക് ആ കുട്ടിയെക്കുറിച്ച് തരാണ്. അതെങ്ങനെ പറഞ്ഞത്? ഒന്ന് അല്ലദീ വെച്ച് പറഞ്ഞു, അതാണ് ഇസ്മ മൗസൂൽ. ഇസ്മ മൗസൂലിന് തൊട്ടിപ്പുറം വരുന്ന സിലത്തുൽ മൗസൂൽ എന്ന് പറയും. അതായത് ഖറജ മിനൽ ഫസ്ലി അൽ ആന ത്വാലിബുൻ, അതാണ് സിലത്തുൽ മൗസൂൽ. അപ്പോൾ മുലാഫിന് ശേഷം മുലാഫിലൈ, ഹർഫ് ജറിന് ശേഷം ഇസ്മു മജ്റൂർ, നാത്തിന് ശേഷം മന്നൂദ്. അതുപോലെ അല്ലദീ എന്ന് പറഞ്ഞ ഇസ്മു മൗസൂലിന് ശേഷം സിലത്തുൽ മൗസൂൽ ഉണ്ടാവും. എന്നിട്ടാണ് മിനൽ കുവൈത്തി ഖബർ വരാം. അപ്പോൾ ഇത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പഠിക്കാം. ഇപ്പോൾ ഇതെങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞുതരാം.
അൽ വലദു മുബ്തദഉൻ മർഫൂൻ, അത്തവീലു നാത്ത്, അല്ലദി ഇസ്മു മൗസൂൽ, ഖറജ മിനൽ ഫസ്ലി അൽ ആന ത്വാലിബുൻ സിലത്തുൽ മൗസൂൽ, മിൻ ഹർഫുജർ അൽ കുവൈത്തി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല അൽ വലദിൻ്റെ ഖബർ. അപ്പോൾ ഇവിടെ ശരിക്കും സെൻറ്റൻസ് എത്രയേ ഉള്ളൂ? അൽ വലദു മിനൽ കുവൈത്തി. അപ്പോൾ സെൻറ്റൻസ് പൂർത്തിയായി. അൽ വലദു മിനൽ കുവൈത്തി, കുട്ടി കുവൈത്തിൽ നിന്നാണ്. നമുക്ക് സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെന്താണ്? ഒന്ന് ആ കുട്ടീനെ വിശേഷിപ്പിക്കുന്നു ആ തവീലു എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട വിദ്യാർത്ഥി. ഇതൊന്നും സെൻറ്റൻസ് പൂർത്തിയാകാൻ ആവശ്യമില്ല. സെൻറ്റൻസ് എങ്ങനെ എപ്പോഴേ പൂർത്തിയായി? അൽ വലദു മുബ്തദഉൻ മർഫൂൻ മിൻ ഹർഫുജർ അൽ കുവൈത്തി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. മുബ്തദയും ഖബറും വന്ന് സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിവുകൾ കിട്ടുകയാണ്. ഒന്ന് നായത്ത്, ആ തവീലാണ്, കുട്ടി നീളമുള്ളതാണ്. മറ്റേത് ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് എന്ന് നമുക്ക് കൂടുതൽ അറിവുകൾ തരികയാണ്. അതാണ് നായത്തും ഇസ്മ മൗസൂലും സിലത്തുൽ മൗസൂലുമായിട്ട് വന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഇസ്മ മൗസൂലും സിലത്തുൽ മൗസൂലും കൂടുതൽ വിശദീകരിച്ച് പഠിക്കാം. ബാറക്കല്ലാഹു ഫീക്കും.